എന്റെ അമ്മേ എന്റെ അല്ലോ ഇങ്ങോട്ടോ 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 ഓളം പിരിത്തുടർന്ന് പോകുന്നടാ. எல்லாம் நைட்டில் வந்துட்டு போகும். புலியெல்லாம் இருக்கு, புலியெல்லாம் இருக்கு. கிராமத்துக்குள்ள வந்துடுவோம். ஒரு தடவை இந்த கிராமத்துக்குள்ளே வரும், எல்லாம் நம்ம கண்டு ஓடிடும். Hi everyone, welcome to yet another episode of Travel Mug. നമ്മൾ ഊട്ടിയുടെ ലാസ്റ്റ് വില്ലേജായ കിണ്ണക്കോര കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് കേട്ടോ. നമ്മൾ ഇന്നലെ കണ്ടു തീർത്ത അവലാഞ്ചി എന്ന് പറയുന്ന വില്ലേജ് ബാക്കിലാണ്. നമ്മൾ അവിടുന്ന് ഈ റോഡ് കുറച്ച് മുമ്പിലോട്ട് വന്നിട്ടുണ്ട്. ഈ റോഡ് എൻഡ് ചെയ്യുന്നത് പോയി കിണ്ണക്കോര എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് കേട്ടോ. തമിഴ്നാടിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ഊട്ടിയുടെ ലാസ്റ്റ് വില്ലേജാണ് കിണ്ണക്കോര. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് മുഴുവൻ എന്താ ഇതുപോലെ തേയിലക്കൃഷിയാണ് കേട്ടോ. ഫുള്ള് മലകളിൽ ഇങ്ങനെ തേയിലക്കൃഷി നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ അവലാഞ്ചിയുടെ മുമ്പുള്ള എമറാൾഡ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൻ്റെ വ്യൂ നമുക്ക് കാണാൻ പറ്റും. നമ്മളിവിടെ വണ്ടി ഇങ്ങനെ ഒതുക്കിയിട്ടിട്ട് കുറച്ച് നേരം നിന്നേ കേട്ടോ. ഭയങ്കര സീനിക്കായിട്ടുള്ള വ്യൂ ആണ് ഇവിടെ. കിണ്ണക്കോരയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഉച്ചയ്ക്കും സൂര്യൻ ഉദിക്കാത്ത ഗ്രാമം എന്നാണ് കിണ്ണക്കോരയെ പറയുന്നത്. അതുപോലെ കോടയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇതിപ്പം മഴയോ കാര്യങ്ങളൊന്നുമില്ല, നല്ല വെയിലാണ്. പക്ഷേ നമ്മൾ ടൗണിൽ നിന്ന് കയറി ഇങ്ങോട്ട് മുമ്പോട്ട് വന്നപ്പോഴത്തേക്ക് ആ ഒരു വെയിലിൻ്റെ കാഠിന്യമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും മുമ്പോട്ട് പോയി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇത് വിടാം, പോയാലോ? ഓക്കെ, നമുക്ക് എന്തായാലും മുമ്പോട്ട് നീങ്ങാൻ കേട്ടോ. ഊട്ടി ടൗണിൽ നിന്ന് മാറി നമ്മൾ ഈ വില്ലേജസിലേക്കൊക്കെ പോകുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാണ്ടല്ലോ, എവിടെ തിരിഞ്ഞാലും കാഴ്ചകളാണ്. കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ പച്ചപ്പിന്റെ ആറാട്ടാണ് ഇവിടെ എല്ലാം. നമ്മുടെ മൂന്നാറിലേക്ക് പോലെ തന്നെ മലയിലെല്ലാം ഇങ്ങനെ തേയിലക്കൃഷി ഇവിടെ നല്ലോണം കാണാൻ കേട്ടോ. അങ്ങോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇതാ നല്ലോണം തേയിലക്കൃഷിയുടെ കാഴ്ചകളാണ് ഇവിടെ. ഇവിടെ തേയില മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ നമ്മൾ അവിടെ മൂന്നാറൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഫുള്ള് തേയിലല്ലേ മലകളിലാണ്. ഇവിടെ തേയില മാത്രമല്ല, ഈ തേയിലയുടെ ഇടയിൽ തന്നെ ഇവര് ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി ഇങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഊട്ടിയിൽ ഇങ്ങോട്ടുള്ള ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം കൃഷിയെ ആശ്രയിച്ച് തന്നെ ജീവിക്കുന്ന ഗ്രാമങ്ങളാണ് കേട്ടോ. നമ്മൾ ഇന്നലെ അവലാഞ്ചി പോയിട്ട് വന്നപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മളിന്നലെ പോയ അവലാഞ്ചി എന്ന് പറയുന്ന വില്ലേജില് ഇവിടെ നമ്മുടെ ബന്ദിപ്പൂർ റിസർവിന്റെ അടുത്തൊക്കെ വരുന്നതാണ് കേട്ടോ. 122ഓളം പുലി, കരടി, ആന, അങ്ങനെ ഫുൾ വൈൽഡ് ആനിമൽസ് ഇറങ്ങുന്ന സ്ഥലമായിരുന്നു. ആ ഗ്രാമത്തിലാണെന്നുണ്ടെങ്കിൽ ഞാനോട് ചേട്ടനോട് സംസാരിച്ചു, ആ ഗ്രാമത്തിൽ ഒറ്റ പട്ടിയില്ല, ഒറ്റ പൂച്ചയില്ല, എല്ലാത്തിനും പുലി പിടിച്ചുകൊണ്ട് പോവാ. അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ചെറിയ പണി കിട്ടി. വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ജസ്റ്റ് ഒരു വെള്ളം ഫില്ല് ചെയ്യാൻ വേണ്ടി നിർത്തിയാണ്. അപ്പോഴത്തേക്ക് ഇരുട്ടായി, വണ്ടി പിന്നെ സ്റ്റാർട്ട് ആവുന്നില്ല. കാടിന്റെ നടുക്ക് ഇരുട്ട്, ഒരു രക്ഷയില്ല. വണ്ടി എന്ത് ചെയ്താലും സ്റ്റാർട്ട് ആവുന്നില്ല. അവസാനം ഞങ്ങൾ വിചാരിച്ചിട്ട് ബാറ്ററി എടുക്കുന്നുണ്ട്, ഇനി പെട്രോൾ എന്തെങ്കിലും കയറി എന്തായാലും തെള്ളി നോക്കാന്ന് വിചാരിച്ചിട്ട് ജിത്തു ഇറങ്ങി തള്ളാൻ തുടങ്ങി. തെള്ളിയപ്പോഴത്തേക്ക് കാടല്ലേ, കുറ്റാക്കുറ്റിരുട്ട്, ഒന്നും കാണാനും വയ്യ. എനിക്ക് അവസാനം പിടിയായി. പുലി കാര്യങ്ങളുണ്ടെന്ന് പറയുന്നത് ഇവൻ ബാക്കിൽ നിൽക്കുകയും ചെയ്യുന്നു. ഞാനും പിന്നെ ഇറങ്ങി ഫ്രണ്ടിൽ ഇവിടെ വെളിയുന്നിട്ട് സ്റ്റിയറിംഗ് പിടിച്ചിട്ട് ഞാനും തള്ളാൻ തുടങ്ങിയപ്പോൾ എന്നിട്ടൊന്നും ഒരു വ്യക്തി രക്ഷയില്ല, എടുക്കുന്നില്ല. അവസാനം നമ്മുടെ നാട്ടിലുള്ളൊരു നമ്മളൊരു മെക്കാനിക് ചേട്ടനെ വിളിച്ചപ്പം പുള്ളി കുറച്ച് കാര്യം പറഞ്ഞു തന്നു. അതുപോലെ ചെയ്തപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കി. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്യൂവലിന്റെ ഫ്യൂസ് ലൂസ് കോൺടാക്ട് ആയിരുന്നു. അത് കയറ്റിയിട്ടപ്പോഴത്തേക്ക് സംഭവം റെഡിയായി. അപ്പോഴേ വണ്ടി എടുത്ത് അവിടുന്ന് വിട്ട് അടുത്ത ഗ്രാമത്തിൽ കയറി ഒരു 2 മിനിറ്റ് ഞങ്ങളൊന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ശ്വാസം നേരെ വീണത്. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു, മറക്കാൻ പറ്റത്തില്ല ഈ ഒരു യാത്രയിൽ. എന്തായാലും ഞങ്ങളങ്ങനെ മുമ്പോട്ട് ഈ റോഡിൽ കൂടെ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. വലിയ കാഴ്ചകളോ കാര്യങ്ങളോ ഒന്നും അവിടെ ചെന്നാലില്ല, ഒന്നുമില്ല. ഒരു കൊച്ചു ഗ്രാമമാണ്. നമ്മൾ അത് കാണാൻ വേണ്ടി പോകും. അങ്ങോട്ടുള്ള ഈ ഒരു യാത്രയിലാണ് കേട്ടോ കാഴ്ചകൾ മൊത്തം ഇരിക്കുന്നത്. ആ ഒരു കാടിന്റെ മനോഹാരിതയും ഈ കൃഷി സ്ഥലങ്ങളും ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ഓരോരോ ചെറിയ ചെറിയ വില്ലേജസും അവരുടെ കൃഷി കാര്യം അത് ഇത്. അപ്പൊ ആ വില്ലേജസിലൂടെയൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു വല്ലാത്ത ഭംഗിയാണ് കേട്ടോ ഈ യാത്രയ്ക്ക്. അപ്പൊ നമ്മൾ ഈ ഒരു യാത്ര അല്ലെങ്കിൽ ഈ ഒരു ഡ്രൈവ്, ഈ ഒരു റോഡ് ഇത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സാധാരണ മഴയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല കോടയാട്ടോ. കോട ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ വേറൊരു ബ്യൂട്ടിയാണ്. പക്ഷെ കോട ഇറങ്ങിയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് സീനറീസ് ഒന്നും നല്ലോണം കാണാൻ പറ്റത്തില്ല. ഉച്ച സമയമാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ, എന്നിട്ടും ഭയങ്കര വെയിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഈ റോഡ് ഗൈസ് ഇങ്ങനെ മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് അത് അങ്ങ് ദൂരെയായിട്ട് തേയിലത്തോട്ടങ്ങളുടെ ആ ഒരു ഭംഗി ഇങ്ങനെ തെളിഞ്ഞു തുടങ്ങും കേട്ടോ. മഴയ്ക്ക് കോളുണ്ടെന്ന് തോന്നുന്നു ഗൈസ്, നല്ല മഴക്കോളുണ്ട് കേട്ടോ. മഴ പെയ്തിരുന്നെങ്കിൽ ഡ്രൈവ് വേറൊരു മൂഡായത്. നമ്മളീ പോകുന്ന വഴിക്ക് കാട്ടുപോത്ത് കാര്യങ്ങൾ ഇതിനൊക്കെ നമുക്ക് ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ കേട്ടോ. ഇന്നലെ ഞങ്ങൾക്ക് കൂട്ടായിട്ട് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തതിന്റെ പുറകിൽ ഒരാളുണ്ടായിരുന്നു. ഇന്നലെ കഴിച്ച് ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഉറങ്ങാൻ കിടന്നിട്ടിരിക്കുക. ഞാൻ രാത്രി എഡിറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ബാക്കിൽ നിന്നൊരു ശബ്ദം കേട്ടു. അപ്പൊ ഇവൻ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. ഒരു ഡൗട്ട് വന്നിട്ട് പയ്യെ ഒന്ന് ഗ്ലാസ് തുറന്ന് പുറത്തോട്ട് വെക്കുമ്പോഴത്തേക്ക് ഒരു കാട്ടി പുള്ളി ഇരുന്ന് ഇങ്ങനെ അയ വെട്ടി റെഡി ആയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ടോ. ഞാൻ 2-3 വിഷ്വൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അടുത്ത ഇതിലൂടെ ആഡ് ചെയ്തേക്കാം. ഞാനൊരു കാര്യം പറഞ്ഞാൽ പേടിക്കരുതേ, നമ്മുടെ വണ്ടിയുടെ തൊട്ട് പുറകെ കാട്ടുപോത്തിരിപ്പുണ്ട്.
എൻ്റെ പൊന്നടാവേ, നീ നൈസായിട്ട് നോക്കണം, പേടിക്കല്ലേ, കണക്കേറല്ലേ, ഇതിലെ തുറന്നിട്ട് പയ്യെ നോക്കിക്കോ, സൗണ്ട് വെക്കല്ലേ. കണ്ടോ കണ്ടോ, ഇതിലെത്തായിട്ട് നോക്കടാ, ഇതിലെത്തായിട്ട് നോക്കടാ. എനിക്ക് അങ്ങനെ പുള്ളി അവിടെ ഇരുന്ന് പീസ്ഫുൾ ആയിട്ട് അയ വെട്ടിയാക്കി ഇരിക്കുക. ഞങ്ങൾക്ക് കാണുന്നുണ്ട് മൂത്രം ഒഴിക്കാൻ പോലും രാത്രി വെളിയിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. പിന്നെന്താ, അടച്ചുകൂട്ടി കിടന്ന് ഉറങ്ങി. അത് തന്നെ, അതായത് നമ്മളിപ്പം എടക്കാട് എന്ന് പറയുന്ന വില്ലേജിലോട്ട് എത്തി കേട്ടോ. പൈസ ഈ മുമ്പിൽ കാണുന്ന കേട്ടോ എടക്കാട് എന്ന് പറയുന്ന വില്ലേജ്. നമ്മളിപ്പോ ഇതിനകത്തോട്ട് എൻ്റർ ആവണേ. ഈ വില്ലേജസിന്റെ ഒക്കെ കളർ കോമ്പിനേഷൻ ഒരു ഭയങ്കര രസമാണ്. എല്ലാ വീടിനും പല പല കളർ, അതും കളർഫുൾ പെയിന്റ് ഒക്കെ അടിച്ച്. അപ്പൊ എവിടുന്ന് നോക്കിയാൽ വീടുത്തറിയാം കേട്ടോ. റെഡ്, ബ്ലൂ, റോസ്. കിണ്ണക്കോര ഇവിടുന്ന് 32 കിലോമീറ്റർ, 32 കിലോമീറ്റർ റൈറ്റിലാണ്. ഇത് അത്യാവശ്യം വലിയൊരു വില്ലേജ് ആണല്ലോ. നമ്മൾ ഇവിടുന്ന് റൈറ്റ് തിരിക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ല വലിയൊരു വില്ലേജ് കേട്ടോ. നമ്മളിവിടുന്ന് റൈറ്റ് തിരിഞ്ഞു. പറയാതിരിക്കാൻ വയ്യ, ഇവിടുത്തെ റോഡുകളെല്ലാം ഊട്ടി ഇങ്ങോട്ടുള്ള റോഡെല്ലാം അടിപൊളി റോഡാണ്. അതുകൊണ്ട് തന്നെ ഈ ഡ്രൈവിന് ഭയങ്കര ഒരു ഫീലാണ്. കിണ്ണക്കോരയിലോട്ട് പോകാൻ വേണ്ടി മൊത്തത്തിൽ 34 ഹെയർ പിൻ ബെൻഡ് ഉണ്ട് കേട്ടോ. അതിൽ നമ്മളിപ്പോ 10ാമത്തെ ഹെയർ പിൻ ബെൻഡ് ഇവിടുന്ന് വളയാണ്. ഇങ്ങോട്ടുള്ള കാഴ്ചകൾ ഭയങ്കര രസമായിരിക്കും കേട്ടോ. നമ്മളൊരു വലിയ മലയുടെ ചെരുവിൽ കൂടി ഇപ്പൊ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. നമ്മളങ്ങനെ 15ാമത്തെ ഹെയർ പിൻ ബെൻഡ് തിരിഞ്ഞ് ഇവിടെ ഫുള്ള് റോഡ് സൈഡിൽ രണ്ടിടത്തും ഇങ്ങനെ ഈ ലണ്ടാനപ്പ് കണ്ടോ, ഫുൾ ഇതിങ്ങനെ പൂട്ട് നിൽക്കണം. നമ്മുടെ നാട്ടിൽ ഇതിനെ കൊങ്ങിണി എന്താന്ന് തോന്നുന്നു പറയുന്നത്. ഇതിന്റെ ഒരു മണമുണ്ട്, ഒരു സ്മെല്ല്. അത് നമുക്ക് ഈ റോഡിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ആ സ്മെല്ല് നല്ലോണം അറിയാൻ പറ്റും. മുമ്പോട്ട് നോക്കി മല ഫ്രണ്ടിൽ കാണാൻ കേട്ടോ. നമ്മൾ 16ാമത്തെ ഹെയർ പിൻ ബെൻഡ് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് കാണുന്നുണ്ടോ. അവിടെ നിന്ന് മേളിൽ നിന്ന് പെൻസ്റ്റോക്ക് പൈപ്പിൽ വെള്ളം ഇങ്ങനെ താപ്പോട്ട് വരുന്നുണ്ട്. ആ വെള്ളത്തിനെ ഇവിടെ സ്റ്റോർ ചെയ്തിട്ട് ഇറിഗേഷൻ ആണോ കറണ്ടിൻ്റെ ആണോ എന്താണെന്ന് അറിയാൻ വയ്യ. ഇവിടെ വലിയ ട്രാൻസ്ഫോമർ കാര്യങ്ങൾ എല്ലാം നിൽപ്പുണ്ട്. അവിടെ ആയിട്ട് ഈ ഒരു ചെറിയ തടയണ പോലെ ഇങ്ങനെ കെട്ടി വെള്ളം ഇവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചെറിയ ഡാമാന്ന് തോന്നുന്നു. അതിന് താഴെയായിട്ട് അവിടെയൊക്കെ കുറച്ച് വില്ലേജ് കാണാം. അതിൻ്റെ മേളിൽ കുറച്ച് വില്ലേജസ് കാണാം. ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു വലിയ പാറക്കെട്ട് അവിടെ കാണുന്നുണ്ട്, ഒരു വലിയ മല. അവിടെയൊക്കെ കുറേ വില്ലേജസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാം കേട്ടോ. അതുപോലെ തന്നെ ഇതാ ഇവിടെ ഫുള്ള് തേയിലത്തോട്ടങ്ങളും. നമ്മളെ വണ്ടി ഇവിടെ ഒതുക്കിയിട്ട് പെട്ടെന്ന് ഈ വ്യൂ കണ്ടിട്ട് ചാടി ഇറങ്ങിയാണ്. നമ്മളങ്ങനെ കുറച്ച് മുമ്പിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയ അരുവിയുണ്ട് കേട്ടോ. ഉരുളം പാറയൊക്കെ ആയിട്ട് ഈ മലകളുടെയൊക്കെ നടുക്ക് ഇങ്ങനെ ഒരു അരുവി, നല്ല രസമുണ്ട്. അതിനകത്തൂടെ പാസ് ചെയ്യുന്ന പാലമാണ്. അവിടെ ഒരു അമ്പലമുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇറങ്ങി ഒരു 2-3 മൗണ്ടൻസിൻ്റെ നടുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളൊരു താഴ്ന്ന പ്രദേശത്താണ് നിൽക്കുന്നത്. നമുക്ക് ചുറ്റും നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചുറ്റും ഇങ്ങനെ മലകൾ തന്നെയാണ്, ഫുള്ള് മലകളാണ് നമുക്ക് ചുറ്റും. ഇതിലൊക്കെ തേയില കൃഷി ഇങ്ങനെ അങ്ങായിട്ടൊക്കെ ചെടികളൊക്കെ നിൽപ്പുണ്ട്. ഇത് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ വാഗമണ്ണൊക്കെ ഉള്ള മറ്റേ ഇടവിള മരം, അക്വിഷയാണോ? അക്വിഷ മരം ആണെന്ന് പറയുന്നത്.
എങ്ങനെടാ അക്വേഷ്യ. ഈ പറഞ്ഞ അക്വേഷ്യ കേട്ടോ നിൽക്കുന്നത്. അത് തേയിലയുടെ എല്ലാം ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കും കേട്ടോ ആ മരങ്ങൾ. ഇത് അക്വേഷ്യ മരം അല്ല കേട്ടോ, ഇത് സൈഫർ എന്ന് പറയുന്ന മരമാണ്. ജിത്തുവിന്റെ അക്വേഷ്യ ഇത്. അത് ശരിക്കും സൈഫർ എന്ന് പറയുന്ന മരമാണ്. അപ്പൊ അതിന്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അത് വീടിന് കഴുക്കോല് കെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന മരമാണ്. നമ്മളിപ്പോൾ ഇവിടെ ആ പാലത്തിന് താഴെ കണ്ട അരുവിയില്ലേ, ആ അരുവി ഇതാ ഇങ്ങനെ ഒഴുകി ഇങ്ങോട്ട് ഇങ്ങനെ പോവുകയുണ്ടോ. ഇതിവിടെ വന്നപ്പോഴത്തേക്ക് ഇത് അത്യാവശ്യം നല്ല വെള്ളമായിട്ട് ഇതാന്ന് തോന്നുന്നു. നമ്മൾ അപ്പുറത്തെ ഇറിഗേഷൻ പ്രോജക്റ്റിന്റെ അവിടെ കണ്ടത് ഇതാന്ന് തോന്നുന്നു. ഇത് ഇവിടെ അടുത്ത വില്ലേജസ് ഒക്കെ കണ്ടു തുടങ്ങി. വാ, ഇവിടെ ഭയങ്കര പീസ്ഫുൾ ആണ് കേട്ടോ. ഇവിടെ ഇങ്ങോട്ട് ക്രൗഡോ കാര്യങ്ങളോ ഒന്നും അധികം ഇല്ല, ടൂറിസ്റ്റുകൾ കുറവാണ്. ഇങ്ങോട്ടുള്ള ഡ്രൈവ് ഭയങ്കര രസമുണ്ട്. കോട ഉണ്ടായിരിക്കുന്നത് മഴ പെയ്യുന്നു വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷെ നമുക്ക് ഇപ്പം മഴയില്ല, നല്ല വെയിലാണ്. അവിടോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് മഴക്കോള് പോലെ കാണുന്നുണ്ട്. പക്ഷെ ഇപ്പം എന്തായാലും നല്ല വെയിലാണ് കേട്ടോ. ഒരു നേരത്തെ ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക് വെയിലുള്ളതാണ്. അപ്പോഴത്തേക്ക് കൂടുതൽ സീനറീസ് നമുക്ക് കാണും. മഴ പെയ്ത് കഴിഞ്ഞാൽ കോട കയറും. കോട കയറി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, സീനറീസ് ഒന്നും ശരിക്കും കാണാൻ പറ്റത്തില്ല. മഞ്ചൂർ എന്ന് പറയുന്ന വില്ലേജ് എൻ്റർ ആയിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള വില്ലേജ് ആണ്. ഇവിടെ നമ്മുടെ ഒരുപാട് മലയാളം ഫിലിംസിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഈ ലാസ്റ്റ് ദിലീപിന്റെ ഏതോ ഒരു മൂവി ഇവിടെ ഷൂട്ടിംഗ് നടന്നെന്ന് പറയുന്നു. അങ്ങനെ ഷൂട്ടിംഗ് സ്പോട്ടായിട്ട് കുറച്ച് അറിയപ്പെടുന്ന സ്ഥലം കേട്ടോ ഇത്. കൊടൈക്കനാലിലെ ഗ്രാമങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ അത്യാവശ്യം ഡെവലപ്ഡ് ആണ് കേട്ടോ. ഇത്രയും ഉള്ളിലാണെന്നുണ്ടെങ്കിലും ഇവിടെ വരുമ്പോഴത്തേക്ക് നോക്കി ATM കാര്യങ്ങളും എല്ലാം അത്യാവശ്യം നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെ മഞ്ചൂരാണെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അതുപോലെ ഒരുപാട് ഹോം സ്റ്റേ റൂംസ് കാര്യങ്ങൾ, സ്കൂള് അങ്ങനെയെല്ലാം ഉണ്ട്. ഇത് നമ്മുടെ മഞ്ചൂർ ജംഗ്ഷനിൽ എത്തിയെന്ന് കേട്ടോ. മെയിൻ ബസാർ മഞ്ചൂർ സെന്റർ. അപ്പൊ ഇതാണ് കേട്ടോ മഞ്ചൂരിന്റെ ആ ഒരു സെന്റർ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലേക്ക് ഒരു കൊച്ചു ടൗൺ എത്ര തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ മഞ്ചൂർ എന്ന് പറയുമ്പോഴത്തേക്ക്. അത്യാവശ്യം വേണ്ട കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഈ ഒരു ഗ്രാമത്തിന്. ATM ഒക്കെ ഒരുപാട് ഇഷ്ടം പോലെ. ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക്, ഷൂ മാർട്ട്, പച്ചക്കറിക്കട, പോലീസ് സ്റ്റേഷൻ, അങ്ങനെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ. അത്യാവശ്യം അല്ല, ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഒരു ജംഗ്ഷനിലൊക്കെ വരുന്ന സൗകര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ പെട്രോൾ പമ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു ചെറിയ ഗ്രാമം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇത് മലമുകളിൽ ഒരു ചെറിയ ടൗൺ ആണെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇതൊരു ഒരു മഞ്ചൂരിനെ ഒരു ഗ്രാമം എന്ന് പറഞ്ഞാൽ നമുക്ക് കളയാൻ പറ്റത്തില്ല കേട്ടോ. ഇത് അത്യാവശ്യം ഡെവലപ്മെന്റും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു എന്താ പറയുക, ജീവിത ചുറ്റുപാട്, ജീവിത സാഹചര്യത്തിന് വേണ്ട എല്ലാ സംഭവങ്ങളുള്ള ഒരു ചെറിയ ടൗൺ എന്നേ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. മുമ്പോട്ട് വന്നപ്പോഴത്തേക്ക് കാഴ്ചകളൊക്കെ അതിമനോഹരമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു വാലിയുടെ മുമ്പിലെത്തിയിട്ട് ഇങ്ങനെ വണ്ടി നിർത്തി കേട്ടോ. അടിപൊളി ഒരു വ്യൂ ആണ് കിട്ടിയത്. അതുപോലെ ഈ റോഡിന്റെ വ്യൂ നോക്കി. ഈ ഒരു റോഡ് ഇതാ ഈ മലയുടെ മുകളിൽ കൂടി ഇങ്ങനെ അങ്ങോട്ട് പാസ് ചെയ്ത് പോകുന്നത് ഒരു ഭയങ്കര കാമൻ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇങ്ങോട്ട്. ശരിക്കും നമ്മൾ കിണ്ണക്കോര എന്ന ഡെസ്റ്റിനേഷനിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം അങ്ങനെയൊന്നും കാണാൻ വേണ്ടി പോലെ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഡ്രൈവ് എൻജോയ് ചെയ്യാനും ഈ ഊട്ടിയിലെ ഗ്രാമങ്ങൾ കാണാൻ വേണ്ടിയൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ ടൗണിൽ തന്നെ സമയം സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നഷ്ടമായി പോയാൽ. ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട് കാഴ്ചകൾ, വെറുതെ നമുക്ക് എവിടെ തിരിഞ്ഞാലും നമ്മുടെ മനസ്സിനെ എന്താ പറയുന്നത്, കാമൻ പീസ്ഫുൾ ആക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കേട്ടോ ഇവിടെ.
നമ്മൾ മുമ്പോട്ട് വരുന്തോറും കാഴ്ചകൾ ഇങ്ങനെ അതിമനോഹരമായി കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഹെയർ പിൻ ബെൻഡെല്ലാം കയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുമ്പിൽ ഒരു വാലി വീണ്ടും. അതായത് ഇങ്ങനെ തേയിലത്തോട്ടമാണ് ഈ സൈഡിൽ. അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരള ബോർഡർ ആട്ടോ കിണ്ണക്കോര. കിണ്ണക്കോര കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തേക്ക് കേരളത്തിലോട്ട് എൻ്റർ ചെയ്യാം. അതിന് അവിടുന്ന് കേരളത്തിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അട്ടപ്പാടി ആ റൂട്ട് വഴിയാണ് കയറി വരുന്നത്. ഒരു വലിയ മൗണ്ടൻ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ അടിപൊളിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഈ റോഡിനെ കുറിച്ച് എനിക്ക് പിന്നെയും പിന്നെയും വാദൂരാതെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കാൻ തോന്നുകയാണ്. ജിത്തു, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഈ റോഡിനെ പറ്റി? ഇങ്ങോട്ട് നോക്കി പറയും. വളരെ മനോഹരമായിരിക്കും. വേറൊന്നും പറയാനില്ല. റോഡ് ഭയങ്കര രസമാണ് കേട്ടോ. നല്ല നല്ല അടിപൊളി റോഡാണ്. അതിനകത്തൂടെ ഈ വ്യൂ എല്ലാം കണ്ട് ഈ തണുപ്പത്ത് ഇങ്ങനെ വണ്ടി ഓടിച്ച് വരുമ്പോഴത്തേക്കും ഡ്രൈവിങ്ങിന് ഇഷ്ടപ്പെടുന്നവർക്കും ബൈക്ക് റൈഡേഴ്സിനൊക്കെ നല്ല ഫീൽ കിട്ടുന്ന ഒരു റോഡായിരിക്കും കേട്ടോ ഇത്. അപ്പോൾ ഈ റൂട്ട് മാക്സിമം നിങ്ങളുടെ ട്രിപ്പിലൊക്കെ ഒന്ന് മൺസൂൺ സമയത്ത് ഇവിടെ അടിപൊളിയായിരിക്കും. മഴ പെയ്യുമ്പോഴത്തേക്ക് ഇവിടത്തേക്ക് റേഞ്ച് മൊത്തത്തിൽ മാറും, കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് നിങ്ങളുടെ ട്രിപ്പ് ലിസ്റ്റിൽ ഈ റൂട്ട് ഒന്ന് ഉൾപ്പെടുത്തിക്കോ, ഊട്ടിയിൽ നിന്ന് കിണ്ണക്കോര. ഇവിടെ എല്ലാം ഇങ്ങനെ ബസ് റൂട്ട് ഉണ്ട് കേട്ടോ. നമ്മുടെ തമിഴ്നാടിൻ്റെ SCTC ബസ്സുകളെല്ലാം ഇങ്ങനെ കയറി പോകുന്ന കാണാം. ബസ് റൂട്ടും കാര്യങ്ങളും തന്നെയാണ് കേട്ടോ ഇത് ആക്ച്വലി. നമ്മൾ ഓ ഗൈസ്, സിംഹവാലം കുരങ്ങ് അടിപൊളി. ആഹാ, കൊണ്ട മോനെ, ഇത് ഫാമിലി ഫുള്ളുണ്ട്. ഓളം പിരുത്തുണ്ടോ പോന്നടാ. എന്റെ ദൈവമേ, ഇതാണ് കേട്ടോ സിംഹവാലം കുരങ്ങ്. ഈ മരം മുഴുവൻ ഇവന്മാരാണ് ഇപ്പൊ. ഇതാ ഒരു മരം ഫുൾ അവന്മാരിപ്പുണ്ട്. അവന്മാരൊരു ടീമാണ്. അവന്മാർക്കിടയിലും ടീമാണ് കേട്ടാ. എന്റെ ദൈവമേ, അടിപൊളി. എന്നാ ബ്ലാക്ക് കളറാ നോക്കി ഗൈസ്. നമ്മൾ ഏകദേശം കിണ്ണക്കോര അടുക്കാറായി കേട്ടോ. മുമ്പോട്ട് വന്നപ്പോഴത്തേക്ക് ആ റോഡൊക്കെ വീതി കുറഞ്ഞ് ചെറിയ റോഡായിട്ടുണ്ട്. കഷ്ടി ഒറ്റ വണ്ടിക്ക് പോകാവുന്ന വീതിയിലോട്ടായിട്ടുണ്ട്. നമ്മളിത് പെട്ടെന്ന് നമ്മളെ വണ്ടി ഇവിടെ ഒതുക്കിയിട്ട് ഒരു വ്യൂ കണ്ടപ്പോഴത്തേക്ക് ഓടി വന്നതാണ് കേട്ടോ. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. നമുക്ക് മുഖവും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി നല്ല തണുത്ത നീരുറവയിൽ ഫ്രഷ് ആയിട്ട് മുമ്പോട്ട് പോകാമെന്ന് കരുതി. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇതേ കാട്ടുപാറയ്ക്കകത്തൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി നമുക്ക് ഇവിടെ വരെ നടന്നു വരാം കേട്ടോ. വാവ്, നല്ല രസമുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും മുഖവും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി പയ്യെ ഇവിടുന്ന് വീണ്ടും മുമ്പോട്ട് നീങ്ങാം റിസോർട്ടേക്ക്. നമ്മൾ വണ്ടി ഇട്ടതിൻ്റെ മേലുള്ള ആ മലയിലൊക്കെ കോട ഇറങ്ങി തുടങ്ങി കേട്ടോ. ഇവിടെ നമ്മൾ ഏകദേശം ഒരു വനപ്രദേശത്തിനകത്ത് നിന്നാണ്. ഒന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല, അതിമനോഹരം. ഇപ്പൊ കയറി മുകളിലെത്തിയപ്പോഴത്തേക്ക് മുഴുവൻ തേയിലത്തോട്ടം മാത്രമായി കേട്ടോ നമുക്ക് ചുറ്റിനും. നമ്മുടെ മുമ്പിലുള്ള എല്ലാ മലകളും, നമുക്ക് ചുറ്റിനുമുള്ള മലകളെല്ലാം ഫുള്ള് തേയിലകൾ മാത്രം. ഇവിടെ ഒത്തിരി ക്രൗഡഡ് ഒന്നും അല്ല കേട്ടോ. കുറച്ച് ഇങ്ങോട്ട് വീടുകളെ കാണാനില്ല. വീടുകളില്ല. ഇത് ഇവിടെ ഫ്രണ്ടിലൊരു ടീ ഫാക്ടറി ഉണ്ട്, തേയില ഫാക്ടറി ഉണ്ട്. അങ്ങോട്ടേക്ക് പോകുന്ന കുറച്ച് വണ്ടികളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഒരു ഒഴിഞ്ഞ കോണായി കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക്. ഇവിടെ ചുറ്റും നോക്കിയാൽ ഈ ഒരൊറ്റ കാഴ്ച മാത്രം. ഈ ഇളമ്പച്ച കളറിൽ ഇങ്ങനെ തേയിലകൾ. റോഡ് ഭയങ്കര രസം കേട്ടോ. കയറി വരുമ്പോഴത്തേക്ക് നമ്മൾ വേറൊരു ലോകത്തെത്തിയ ഫീലാണ് കേട്ടോ. നമ്മൾ ഓടി മുമ്പിലേക്ക് എത്തിയപ്പോഴത്തേക്ക് വഴി രണ്ട് സൈഡിലോട്ട് തിരിയുക കേട്ടോ. കിണ്ണക്കോരയ്ക്ക് ഇനി ഇവിടുന്ന് 16 കിലോമീറ്റർ. മറ്റത് വേറെ ഏതോ ഒരു സ്ഥലത്തോട്ടുള്ള വഴിയാട്ടോ, താപ്പോട്ടുള്ളത്. നമ്മളെന്തായാലും വീണ്ടും കിണ്ണക്കോരയ്ക്ക് തന്നെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ
ഇപ്പൊ ശരിക്കും നമ്മൾ ഫോറസ്റ്റിനകത്തോട്ട് എൻ്റർ ആയിട്ടുണ്ട് കേട്ടോ. വഴിയുടെ രണ്ട് സൈഡിലും കാട്ടുമരങ്ങൾ ഇങ്ങനെ വളർന്ന് ഈ വഴിയില് കിട്ടിത്തുടങ്ങി. നമ്മൾ ഈ വഴി ഫ്രണ്ടിലേക്ക് വന്നപ്പോ കോട കയറി തുടങ്ങി കേട്ടോ. അടിപൊളി ദൈവമേ, എന്റെ ദൈവമേ. രക്ഷയില്ല കേട്ടോ. നമ്മള് സീ ലെവലിൽ നിന്ന് അത്യാവശ്യം നല്ല ഹൈറ്റിലാട്ടോ നിൽക്കുന്നത്. ഈ കാട്ടിനകത്തൂടെ ഏകദേശം 16 കിലോമീറ്റർ ഇനിയും കിണ്ണക്കോരയ്ക്ക് ദൂരമുണ്ട്. ഈ 16 കിലോമീറ്ററും ഇതുപോലെ തന്നെ കാട്ടുവഴിയാണെന്നാണ് തോന്നുന്നത്. വഴി റോഡ് അടിപൊളിയായിട്ട് ടാർ ചെയ്തേക്കുന്നതുകൊണ്ട് സ്മൂത്ത് ആയിട്ട് നമുക്ക് ഓടിപ്പോവാം കേട്ടോ. അതിൻ്റെ കൂടെ ഇത് വൈൽഡ് ലൈഫ് അത്യാവശ്യം ഉള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. ഏതെങ്കിലുമൊക്കെ മുമ്പിലോട്ട് വന്ന് ചാടിയിരുന്നെങ്കിൽ ഒരു സൈറ്റും കിട്ടിയാൽ. പക്ഷെ ഇതൊരു വേറെ തന്നെ ഫീലായി കേട്ടോ. ഇപ്പൊ നമ്മൾ ഇത്ര നേരം ആ തേയിലത്തോട്ടത്തിനിടയിൽ നിന്നൊക്കെ മാറി ഇത്രയും ഹൈറ്റിൽ ഒരു കാട്ടുവഴി കൂടെ പോകുമ്പോഴത്തേക്ക് വല്ലാത്തൊരു ഫീലാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഡ്രൈവ് ഒരു രക്ഷയില്ല, ഇവിടുത്തെ മൂഡ് ഒരു രക്ഷയില്ല. ഒരു പ്രത്യേക വൈബ്, പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ലാത്തൊരു വൈബാട്ടോ ഇവിടെ. നമ്മളിപ്പോ ഫോറസ്റ്റ് റോഡിൽ കൂടെ ഏകദേശം ഒരു 6 കിലോമീറ്റർ കവർ ചെയ്ത് കേട്ടോ. ഇനിയും 10 കിലോമീറ്ററോളം തന്നെ കിണ്ണക്കോരൊക്കെ ഉണ്ട് ഈ ഫോറസ്റ്റ് റോഡിൽ കൂടെ തന്നെ. റോഡ് ഭയങ്കര ഡാർക്കാണ് കേട്ടോ. സൂര്യപ്രകാശം എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ തൊട്ട് കിട്ടുന്നില്ല. ഭയങ്കര ഇരുണ്ട് തിക്ക് ഫോറസ്റ്റ്, രണ്ട് സൈഡിലും വലിയ മരങ്ങളും കുഞ്ഞു റോഡ്. പിന്നെ ഈ റോഡ് വലിയ കുഴപ്പമില്ലാതെ എന്താ പറയാ വൃത്തിയായിട്ട് ടാർ ചെയ്തിരിക്കുന്നുണ്ട്. അകത്തോട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ പൊട്ടിപ്പൊളിയൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്കി പറ്റുന്നതെല്ലാം നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിട്ടേക്കുന്നുണ്ട്. വിട്ടു പോവാം, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അതേ റോഡ് നോക്കി, ഫ്രണ്ടിലോട്ട് നോക്കി. കഷ്ടി ഒരു വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാം, വലിയ വണ്ടി വന്നാൽ പാടാവും കേട്ടോ. ഫോറസ്റ്റ് വൈബ് വേറെ തന്നെ ഒരു ഫീലാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഹൈ റേഞ്ചില് എന്താ പറയുന്നത്, സീ ലെവലിൽ നിന്ന് ഇത്രയും എബവ് ഈ ഒരു സംഭവം കിട്ടുമ്പോഴത്തേക്ക് ഒരു വല്ലാത്ത ഫീലാ. നമ്മളെ രണ്ട് സൈഡിലും ഇടതൂർന്ന കാടാ കേട്ടോ. വേറെ ഒന്നും കാണാനില്ല. പക്ഷേ ഈ യാത്ര അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തരുന്നതാണ്. കോട ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അടിപൊളിയാണ്. പക്ഷെ കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഈ ഒരു പകൽ വെളിച്ചത്തിൽ തന്നെ നമുക്ക് വീഡിയോയിൽ വൈൽഡ് ലൈൻസ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് ഗ്രെയിൻസ് കയറും കേട്ടോ. ഇപ്പൊ കോടയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായി പോയേനെ. ഇതിപ്പോ എന്തായാലും നമുക്ക് നല്ല തണുപ്പുണ്ട്, കാഴ്ചകളും കണ്ട് വൃത്തിയായിട്ട് മുമ്പോട്ട് പോവാം. നമ്മളിപ്പോ നല്ല സ്റ്റീപ്പായിട്ടുള്ള റോഡിലൂടെ ആട്ടോ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. റോഡിന് വീതി വളരെ കുറവ് തന്നെയാണ്. അതിൻ്റെ കൂടെ നല്ല കുത്തനെയുള്ള ഇറക്കം കേട്ടോ. എന്താ പറയണ്ടേന്ന് അറിയാം. ഈ കാടെന്ന് പറഞ്ഞാൽ ഉള്ളിലേക്കൊക്കെ വന്നപ്പോഴത്തേക്ക് ഇത് നല്ല ഘോരപരമായിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഇരുട്ടിക്കഴിഞ്ഞാലുള്ള യാത്ര ടാസ്ക് ആണ് കേട്ടോ. ഇപ്പൊ തന്നെ സമയം ഏകദേശം 4:30. അതെ, ഇപ്പൊ ഏകദേശം സമയം 4:30 ആയിട്ടുണ്ട്. 4:30 ആയപ്പോ തന്നെ ഒരു 6 മണിയായ ഫീലിംഗ് ആണ് കേട്ടോ. മുഴുവൻ ഇരുട്ടി അടച്ച്. അപ്പൊ നമുക്ക് കിണ്ണക്കോര ചെന്നിട്ട് അവിടെ കുറച്ചേരം സ്പെൻഡ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ റിട്ടേൺ പോകണം. നമ്മളെന്തായാലും ഇനി ഓടിപ്പിടിക്കുന്നത് ഊട്ടി ടൗണിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളെന്തായാലും ഇനി തിരിച്ച് ഓടിപ്പിടിക്കാൻ നല്ല സമയം എടുക്കും. 1.5 മണിക്കൂറിന് മേലെ എന്തായാലും എടുക്കും. അപ്പൊ നമുക്ക് മാക്സിമം കാഴ്ചകൾ കണ്ടിട്ട്, പക്ഷെ എന്തായാലും ചെന്ന് കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാതെ തിരിച്ചു പോകത്തില്ല കേട്ടോ. ഇവിടെ ഇപ്പൊ ഈ റോഡിന്റെ പണി നടക്കുന്നുണ്ടാന്ന് തോന്നുന്നുണ്ട്. മരങ്ങളെല്ലാം റോഡ് സൈഡിൽ നിന്ന് മുറിച്ചു മാറ്റുന്നുണ്ട്. നമ്മൾ വന്ന വഴിയാ കേട്ടോ ഇത്. നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്. നമ്മളിതാ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അടുത്ത മലയിൽ നിന്ന് ഇങ്ങനെ കോട അടിച്ചടിച്ച് മേപ്പോട്ട് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. താഴ്വാരം ഒന്നും നമുക്ക് ഇവിടെ നോക്കിയിട്ട് കാണാൻ വയ്യ. എന്തായാലും ഉറപ്പാണ് നമ്മളെന്തായാലും സീ ലെവലിൽ നിന്ന് ഭയങ്കര ഹൈറ്റ് അബോവ് നിൽക്കുക കേട്ടോ. ദേ താപ്പോട്ടൊന്നും നമുക്ക് കാണാനേ പറ്റുന്നില്ല, കോട മൂടിയിട്ട്. എൻ്റെ അമ്മേ, എൻ്റെ കിട്ടി ഗൈസ്, കാട്ടുപോത്തിനെ ഫൈറ്റ് ചെയ്തു. എന്റെ അമ്മ പെരുത്തൊരു സാധനം കേട്ടോ. അവനെ കണ്ട് ഗൈസ് നോക്കി എന്ന സൈസ് നോക്കി. എന്റെ ദൈവമേ, അടിപൊളി. ഇങ്ങോട്ടോ.
പൈസ ഒരു മുട്ടം കാട്ടുകൂത്ത് ഇവിടെ നമ്മളെ നോക്കിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, എന്നാ സൈസാന്നേ. ഒരു ഭയങ്കര ആഗ്രഹം സാധിച്ചു കേട്ടോ. കിണ്ണക്കോറ റൂട്ടിൽ ഇവനെ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. സാധിച്ചു. എനിക്ക് കിണ്ണക്കോറ റൂട്ടിൽ കയറിയപ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഈ പോകുന്ന റൂട്ടിൽ ഇവനെ കാണണമെന്ന്. എൻ്റെ കൺമുന്നിൽ ദൈവമേ നല്ല കിട്ടില ഒരെണ്ണത്തെ കൊണ്ടിട്ടത്. കാരണം മസിൽസ് ആണെന്നുണ്ടോ അടിപൊളി. എനിക്കൊന്നും പറയാനില്ല കേട്ടോ. ഞാൻ അവൻ്റെ ആ ഒരു മജസ്റ്റിക് ബ്യൂട്ടിയിൽ ഇങ്ങനെ എൻ്റെ വലിയൊരു ആഗ്രഹം സാധിച്ചു. കിണ്ണക്കോര എന്തെങ്കിലും വരുമ്പോൾ ഈ റൂട്ടിൽ കോടഞ്ഞത്ത് കാട്ടുപോത്തിനെ കാണണമെന്നായിരുന്നു. ആ ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിന് മുമ്പിലോട്ട് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ അഡ്രിനാലിൻ ഇങ്ങനെ റഷാവും. എനിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ. ഒരു മാരക സാധനമായിരുന്നു, മാരക എക്സ്പീരിയൻസും. റോഡെല്ലാം ബ്ലോക്ക് ആയി കേട്ടോ. അവിടെ നിന്ന് വേറെ ഒരു വണ്ടി കയറി വരുന്നതിന്റെ ബ്ലോക്ക്. ആ വണ്ടി റിവേഴ്സ് എടുത്ത് പോയിക്കൊണ്ടിരിക്കുക. ഇത് പറഞ്ഞ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ കൊച്ചു വണ്ടിക്കാർ കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും എവിടെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുത്തി കയറ്റാന്ന് പറയാം. പക്ഷെ ഇതുപോലെ ബസ്സും ലോറിയും എല്ലാം വരുമ്പോഴത്തേക്ക് പെടും കേട്ടോ. ഒരു താർ ഇറക്കി സൈഡിലോട്ട് ഇറക്കി ചേർത്ത് നിർത്തി ബസ് ഇങ്ങനെ കയറി പോവാണ്. നമ്മള് ഫോറസ്റ്റ് റൂട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇപ്പൊ നമ്മൾ വീണ്ടും തേയിലത്തോട്ടങ്ങളുടെ നടുക്കെത്തിയിട്ടുണ്ട്. അങ്ങോട്ട് നോക്കിക്കേ, നല്ല മൊട്ടക്കുന്നുകളിൽ തേയില ഇങ്ങനെ കൃഷി ചെയ്തിരിക്കുന്ന സ്പോട്ടിലേക്ക് നമ്മൾ എത്തി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു തെളിഞ്ഞ അന്തരീക്ഷമായി കേട്ടോ. ഇപ്പൊ ഇവിടെ നമ്മൾ കാടിനകത്തു നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ആ എന്താ പറയുന്നത് ഇരുട്ടും മൂടാപ്പും അതെല്ലാം മാറി നല്ല തെളിഞ്ഞൊരു അന്തരീക്ഷമായിട്ട് എന്തായാലും ഡ്രൈവ് വർത്ത് റൈഡായിരുന്നു. കിണ്ണക്കോരെ, യെസ്, നമ്മൾ ഫൈനലി റീച്ച്ഡ് കിണ്ണക്കോരെ. താഴെ കാണുന്നതാണ് കേട്ടോ കിണ്ണക്കോരെ ഗ്രാമം. നമ്മളങ്ങനെ കിണ്ണക്കോരെ ഗ്രാമത്തിലേക്ക് എത്തിയേക്കുന്നത്. ഏകദേശം ഒരു 16 കിലോമീറ്ററിൽ 15 കിലോമീറ്ററോളം ഫോറസ്റ്റ് റൂട്ടായിരുന്നു. കാട്ടിനകത്തൂടെ ഓടി ഈ ഒരു താഴ്വാരത്ത് എത്തി നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ഫുള്ള് അതെ ഇവിടെ തേയില ഫാക്ടറിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ള് തേയിലത്തോട്ടങ്ങൾ തന്നെയാണ്. മല മുഴുവൻ വെട്ടി വൃത്തിയാക്കി തേയിലത്തോട്ടങ്ങൾ മാത്രമേ ഇവിടെ കാണാനുള്ളൂ. എന്തായാലും ഒരു തുറസായ പ്രദേശത്തോട്ട് എത്തിയപ്പോഴത്തേക്ക് ഇത്ര നേരം ഉണ്ടായിരുന്ന ഇരുട്ടും കാര്യങ്ങളെല്ലാം മാറി നല്ല വെളിച്ചമായിട്ടുണ്ട് കേട്ടോ. കിണ്ണക്കോര ഗ്രാമം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. அது கேரளா. ஓ, செக் போஸ்ட் இருக்காங்க. நேரா போடலாமா? உங்களுக்கு ஒண்ணு 10 நிமிஷம் ஆயே வழி. 10 நிமிஷம் ஆயா கேரளா. நான் முன்னெல்லாம் வாக்கிங் பண்ணிட்டு போயிட்டு வரணும். இப்போ எல்லாம் ஆனை தடா காட்டி அதனால ஒன்றும் போக முடியாது. ஓ, தடையில போக முடியாதுல்ல. போக முடியாது. நீங்க போயிட்டு ஆனை இருக்கு, எல்லாம் ஆனை எல்லாம் இருக்கு. நைட்ல எல்லாம் வந்துட்டு போகும். ஆனைங்கிறது பத்தி இல்லை, எல்லாம் ஆனை தான் எல்லாம் இருக்கிறது. எல்லாம் நம்ம ஆனை தான் எல்லாம் காரணம். எல்லாம் நைட்ல வந்துட்டு வந்து காட்டி அதெல்லாம் வரும். காட்டி மானோ புலி சிறுத்தை எல்லாம் நைட்ல வந்துட்டு போகும். புலியெல்லாம் இருக்கு. புலியெல்லாம் இருக்கு. கிராமத்துக்குள்ள வந்துடுவோம். ஒரு தடவை இந்த கிராமத்துக்குள்ளே வரும். போய் திரும்பி போயிடும். உங்க பேரு? உங்க பேரு? ஜிதின். புலி யாராவது அட்டாக் பண்ணிட்டுங்க? ஒன்னும் இல்லைங்க, எல்லாம் நம்ம கண்டு ஓடிடும். நாம போய் அது ஒண்ணு நாம ஒண்ணு பண்ணக்கூடாது, പോയിടും. ഇവിടുന്ന് ജസ്റ്റ് 7 കിലോമീറ്റർ റൈറ്റിലോട്ട് ഒരു റൂട്ടുണ്ട്. ആ റൂട്ട് പോയി കഴിഞ്ഞാൽ 7 കിലോമീറ്റർ കൊണ്ട് നമ്മൾ കേരളത്തിലെത്തും കേട്ടോ. പക്ഷെ ആ റൂട്ട് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. പുള്ളി വേറൊരു ടൈപ്പ് ഓഫ് തമിഴ് ആയതുകൊണ്ട് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുമില്ല. അവിടെ എന്തായാലും പോകുന്നതൊക്കെ അതിനകത്ത് നിറയെ കാട്ടാന, കാട്ടി, പുലി, സിരുത്തെ എന്തുവരും, കടുവ, പുലി, അങ്ങനെ എന്തൊരു സാധനം, അതിന്റെ എല്ലാം ശല്യം ഉണ്ടെന്നാട്ടോ പറയുന്നത്. നമ്മളിതാ ഇപ്പൊ വില്ലേജിനകത്തോട് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങായിട്ട് കുറച്ച് വീടുകള്, കാര്യങ്ങള്, പിന്നെ അവിടെ ടോപ്പിലൊക്കെ വീടുകൾ കാണാം കേട്ടോ. ഇതാണ് ഈ വില്ലേജിനകത്തൂടെയുള്ള ഒരു വഴി എന്ന് പറയുന്നത്. വണ്ടി ഇവിടെ താഴെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര സ്മെല്ല് വരാൻ തുടങ്ങി കേട്ടോ. ഞങ്ങൾ വിചാരിച്ചിട്ട് ഓവർ ഹീറ്റ് ആയതാണോ എന്ന് വിചാരിച്ചിട്ട് റേഡിയേറ്ററെല്ലാം തുറന്നോക്കിയപ്പോൾ വെള്ളവും കാര്യങ്ങളെല്ലാം ഉണ്ട്. സ്മെല്ല് ശരിക്കും പറഞ്ഞാൽ ടയറിന്റെ ഡിസ്കിന്റെ അവിടെ നിന്നാട്ടോ വരുന്നത്. ബ്രേക്ക് ചവിട്ടി മേലെ നിന്ന് ഇറങ്ങി ഡ്രമ്മെല്ലാം കരിഞ്ഞ് കാണും. ഭയങ്കര ചൂടും തൊടാൻ വയ്യ, അതുപോലെ തന്നെ സ്മെല്ലും. നമ്മളങ്ങനെ ഈ റോഡിന്റെ ലാസ്റ്റ് എൻഡിലെത്തി കേട്ടോ. അങ്ങനെ ഊട്ടിയിലെ ലാസ്റ്റ് റോഡില് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ ഈ റോഡിന്റെ എൻഡിലെത്തി കേട്ടോ.
ഊട്ടി ടൗണിൽ നിന്ന് ഏകദേശം നിയർലി 60 കിലോമീറ്റേഴ്സ് സഞ്ചരിച്ച് നമ്മൾ ഊട്ടിയുടെ ലാസ്റ്റ് വില്ലേജിലെത്തി കേട്ടോ. ഇതാണ് ഊട്ടിയുടെ അവസാനം. മുമ്പിൽ വന്നുകൊണ്ടിരുന്ന SCTC ബസ് ഇതേ ഇവിടെ ഒതുക്കിയിട്ടിട്ടുണ്ടോ. എനിക്ക് തോന്നുന്നു ഡ്രൈവറുടെ വീട് അടുത്ത് തന്നെ ആയിരിക്കും. പുള്ളി അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. ഇവിടെ തീരുവാണ് കേട്ടോ സംഭവം. വണ്ടി ഇവിടെ ഒതുക്കി. അവിടെ തേയിലെന്നുള്ളുന്ന കുറച്ച് ആൾക്കാർ കാര്യങ്ങൾ കഴിഞ്ഞു. ഈ റോഡ് തീർന്നു. ഇതാണ് ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ. ഇതോടെ തീർന്നു കേട്ടോ ആ റോഡ്. നമ്മൾ ഏകദേശം 56-60 കിലോമീറ്ററോളം സഞ്ചരിച്ചു വന്ന റോഡാണ് കേട്ടോ നമ്മുടെ മുമ്പിൽ കാണുന്നത്. അത് ഇവിടെ വന്ന് കഴിഞ്ഞു. അങ്ങനെ ഈ ബസ് എല്ലാം ഒതുക്കി കേട്ടോ. കൊടൈക്കനാലിലെ ലാസ്റ്റ് വില്ലേജ് ക്ലാബര പോലെ തന്നെ ഊട്ടിയുടെ ലാസ്റ്റ് വില്ലേജ് കിണ്ണക്കോരൈ. കേട്ടോ ഗൈസ്, ഈ ഒരു വില്ലേജ് ലാസ്റ്റ് ഈ റോഡ് വന്ന് തീരുന്നിടത്ത് ഇത്രയും കുറച്ച് വീടുകളും കാര്യങ്ങളും ഉള്ളൂ. ഇതോടെ ഈ റോഡ് ഇവിടെ തീർന്നു. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ റിട്ടേൺ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഊട്ടിയുടെ ലാസ്റ്റ് വില്ലേജായ കിണ്ണക്കോര എന്ന ഗ്രാമത്തോട് വിട പറഞ്ഞിട്ട് ഇവിടുന്ന് യാത്രയാവുകയാണ് കേട്ടോ. നമുക്ക് ഏകദേശം തിരിച്ചൊരു 10-60 കിലോമീറ്ററോളം സഞ്ചരിക്കാനുണ്ട്. അത്രയും ദൂരം നല്ല കാക്കിനകത്തൂടെ രാത്രിയുള്ള ഡ്രൈവ് ആയിരിക്കും. ഇപ്പം തന്നെ സമയം 5:30 കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഊട്ടി ടൗൺ എത്തുമ്പോഴത്തേക്ക് എന്തായാലും രാത്രിയാവും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബൈ.